ലേൺസിയോ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? റിസർവ് ബാങ്കും റിസർവ് ബാങ്കിന്റെ പ്രവർത്തന രീതികളും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുത്തൻ സാമ്പത്തിക നയത്തെ കുറിച്ചാണ്. അതായത് ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് 1-2 മാർക്ക് PSC പരീക്ഷകളിൽ ഈ പുത്തൻ സാമ്പത്തിക നയത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണ് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്കറിയാം, ഒരു പുത്തൻ സാമ്പത്തിക നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോഴേ അറിയാം എന്താണ്. നമ്മൾ സ്ഥിരമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു നയം അത് നമ്മുടെ രാജ്യത്ത് ഒരു പുരോഗതി കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പുതിയ പുതിയ മാർഗങ്ങൾ തേടും. എന്താണ്, സാമ്പത്തികം ഉയർത്താൻ വേണ്ടി പുതിയ പുതിയ മാർഗങ്ങൾ തരും. അതാണ് ഈ പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പഠിച്ചു നോക്കാം. പുത്തൻ സാമ്പത്തിക നയം എന്നത് 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ ചരിത്രപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ്. പഠിച്ചു വെക്കണം. പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ എക്കണോമിക്സ് പോളിസി എന്നത് 1991, നോട്ട് ചെയ്തോണേ, 1991 നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ചരിത്രപരമായിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. 1991 നമ്മുടെ ഇന്ത്യയിൽ നടത്തിയ സാമ്പത്തികപരമായിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത്. എന്താണെന്ന് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ കുറവിലും പതറി നിന്ന ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ രക്ഷിക്കാനാണ് അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹ റാവുവും ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ചേർന്ന് ഈ നയം പ്രഖ്യാപിച്ചത്. അപ്പൊ എന്താണ് കടുത്ത, നമുക്കറിയാം സാമ്പത്തികമായിട്ട് ആ ഒരു വർഷത്തിന് മുമ്പ് എന്താണ് നമ്മുടെ ഇന്ത്യ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ പഠിച്ചു നോക്കണം. അന്നേരമാണ് ഈ പുത്തൻ സാമ്പത്തിക നയം അവതരിപ്പിച്ചത്. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ കുറവിലും പതറി നിന്ന നമ്മുടെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ രക്ഷിക്കാനാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള PV നരസിംഹ റാവുവും അന്നത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗും ചേർന്ന് ഈ നയം പ്രഖ്യാപിച്ചത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്. പുത്തൻ സാമ്പത്തിക നയം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? റാവു മൻമോഹൻ മാതൃക. നമുക്കറിയാം അന്നേരത്തെ പ്രധാനമന്ത്രി ആരാണ്? നരസിംഹറാവു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റാവു എന്നുള്ള പേരും പിന്നെ ആരാണ്? നമ്മുടെ മൻമോഹൻ സിംഗ്, ആ പേര് അതാണ് റാവു മൻമോഹൻ മാതൃക. അതുപോലെ തന്നെ LPG പരിഷ്കാരങ്ങൾ കേട്ടോ, LPG റീഫോംസ് പഠിച്ചു വെക്കണം. പുത്തൻ സാമ്പത്തിക നയം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് റാവു മോഹൻ മാതൃക അഥവാ റാവു മോഹൻ മോഡൽസ്, അതുപോലെ തന്നെ LPG പരിഷ്കാരങ്ങൾ, LPG റീഫോംസ് എന്നിവയാണ് മറ്റു പേരുകളായിട്ട് ഇത് അറിയപ്പെടുന്നത്. ഇനി ഇതെന്നാണ് പ്രഖ്യാപിച്ചത് എന്ന് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. പഠിച്ചു വെക്കണം. പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ച വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1991 ജൂലൈ 24 പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പുത്തൻ സാമ്പത്തിക നയം അഥവാ ന്യൂ എക്കണോമിക് പോളിസി നയം പ്രഖ്യാപിച്ച വർഷം എന്നാണ് 1991 ജൂലൈ 24. 1991 ജൂലൈ 24 നമ്മുടെ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ച വർഷം. ആ പ്രഖ്യാപിച്ച സമയത്തെ പ്രധാനമന്ത്രി നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു നരസിംഹ റാവുവും ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള മൻമോഹൻ സിംഗ് അതിനു മുമ്പ് 91 കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പൊ പഠിച്ചു വെക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ച വർഷം 1991 ജൂലൈ 24. ആ പ്രഖ്യാപിച്ച സമയത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവു, പ്രഖ്യാപിച്ച സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇവർ രണ്ടുപേരുടെയും കാലത്ത് നടന്നതും ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശില്പികളായിട്ട് വരുന്നത്. അതാണ് പറയുന്നത് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശില്പികൾ ആരൊക്കെയാണ്? നരസിംഹ റാവുവും മൻമോഹൻ സിംഗും. പഠിച്ചു വെക്കണം. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശില്പികൾ ആരൊക്കെയാണ്? നരസിംഹ റാവുവും മൻമോഹൻ സിംഗും. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. ശില്പികൾ ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഈ ഒരു പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗും, അതുപോലെ തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നരസിംഹ റാവു ആണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ പരീക്ഷയ്ക്ക് ചോദിക്കും. പഠിച്ചു വെക്കണം. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് എന്ന് പറയുന്നതാണ് ഡോക്ടർ മൻമോഹൻ സിംഗും, ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നരസിംഹ റാവുമാണ്.
അടുത്ത പോയിന്റ് നോക്കാം. 1991 മുൻപ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച നയമാണ് പുത്തൻ സാമ്പത്തിക നയം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. എന്താണ് 1991 ഇത് പ്രഖ്യാപിച്ചത്. 91 ജൂലൈ 24 പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ്, അതായത് 1991 മുൻപ് നമ്മുടെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച നയമാണ് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇനി നമ്മുടെ ഈ ന്യൂ എക്കണോമിക് പോളിസി അഥവാ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ NEP അഥവാ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരാനുള്ള കാരണങ്ങളിൽ ആദ്യം തന്നെ വരുന്നത് പണപ്പെരുപ്പം വർദ്ധിച്ചു, ഇൻഫ്ലേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണപ്പെരുപ്പം ബാധിച്ചു. എല്ലാവരുടെ കയ്യിലും എന്താണ് പണം വന്നു കഴിയുമ്പോൾ എന്താണ് വിലക്കയറ്റം കൂടും. അത് ഭയങ്കര പ്രതിസന്ധി വരും. അപ്പൊ അതാണ് പറയുന്നത്. ഈ NEP കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്താണ്? പണപ്പെരുപ്പം വർദ്ധിച്ചു അഥവാ ഇൻഫ്ലേഷൻ സംഭവിച്ചു. അതായത് 6.7% നിന്ന് 16.7% ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം വർദ്ധിച്ചു കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. 6.7% നിന്നും 16.7% വർദ്ധിച്ചു. രൂപയുടെ മൂല്യം കുറഞ്ഞു കേട്ടോ. രൂപയുടെ മൂല്യം കുറഞ്ഞു, സാധനങ്ങളുടെ വില കൂടി. എല്ലാവരുടെ കയ്യിലും പൈസ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണല്ലോ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത്. അതായത് എല്ലാവരുടെ മാർക്കറ്റിൽ മൊത്തം പൈസ പോവുക. പൈസ പോയി കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരുടെ കയ്യിലും പൈസ ആയി കഴിഞ്ഞാൽ എന്താണ്? പൈസക്കുള്ള മൂല്യം കുറയും. അതോടുകൂടി എന്താണ്? സാധനങ്ങളുടെ വില കൂടും. അതാണ് ഇവിടെ പറയുന്നത്. രൂപയുടെ മൂല്യം കുറഞ്ഞു, സാധനങ്ങളുടെ വില കൂടി, ആളുകളുടെ കയ്യിലെ പണത്തിന്റെ അളവും കൂടി കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. NEP വരാനുള്ള കാരണങ്ങളിൽ ആദ്യത്തെ കാരണം എന്താണ്? പണപ്പെരുപ്പം വർദ്ധിച്ചു അഥവാ ഇൻഫ്ലേഷൻ വർദ്ധിച്ചു. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനക്കമ്മി, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കേട്ടോ. ധനക്കമ്മി ഉയർന്നു, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉയർന്നു. അപ്പൊ എന്താണ് ധനക്കമ്മി ഉയർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ധനക്കമ്മി എന്ന് പറയുന്നത്. ധനക്കമ്മി ഉയർന്നു എന്നാൽ വരുമാനത്തെക്കാൾ ചെലവ് കൂടുതൽ കേട്ടോ. അപ്പൊ ഗവൺമെന്റിന് വരുമാനത്തെക്കാൾ ചെലവ് കൂടുതലായിട്ട് വന്നു ആ സമയത്ത്. അപ്പൊ എന്താണ്? ധനക്കമ്മി ഉയർന്നു എന്നാൽ വരുമാനത്തെക്കാൾ ചെലവ് കൂടുതൽ. അതുപോലെ തന്നെ ബജറ്റും കമ്മിയായിരിക്കും. പിന്നെ ധനക്കമ്മി പരിഹരിക്കുന്നതിന് കൂടുതൽ കടമെടുക്കുന്നു. അപ്പൊ ധനക്കമ്മി എന്താണ്? ഗവൺമെന്റിന് എന്താണ്? നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ഗവൺമെന്റിന് ഇപ്പോൾ അവരുടെ നിത്യ ചെലവുകളും ശമ്പളങ്ങളും ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. അതിനൊക്കെ ഉള്ള വരുമാനമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് കൂടുതൽ പണങ്ങൾ എന്താണ്? കടമെടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു അവസ്ഥ വരുന്നതിനാണ് ധനക്കമ്മി ഉയരുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അടവ് ശിഷ്ടം അനുകൂലമല്ല അഥവാ അൺഫേവറബിൾ BOP എന്ന് പറയും. അതായത് കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസമാണ് അടവ് ശിഷ്ടം എന്ന് പറയുന്നത്. അത് അനുകൂലമല്ലായിരുന്നു. അതായത് അടവ് ശിഷ്ടം അനുകൂലമല്ല എന്നാൽ കയറ്റുമതിയേക്കാൾ ഇറക്കുമതി കൂടുതലായി പോയി കേട്ടോ. അപ്പൊ കയറ്റുമതിയേക്കാൾ ഇറക്കുമതിയായിരുന്നു നമ്മുടെ കൂടിപ്പോയത് കേട്ടോ. ഇനി നാലാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും യുദ്ധവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ നിലവിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചതാണ് നമ്മളുടെ സാമ്പത്തിക രംഗത്തും ചില പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? നമുക്കിപ്പൊ ഗ്യാസ് കിട്ടാനില്ല, അങ്ങനെയല്ലേ? അന്നത്തെ കാലത്ത് 1991 മുൻപ് എന്താണ്? ഗൾഫ് യുദ്ധങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പം ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും യുദ്ധവും കാരണം എന്താണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടി. ഇപ്പോഴും അങ്ങനെയല്ലേ? അവിടെ ഗൾഫിൽ യുദ്ധം നടക്കുമ്പോൾ എന്താണ്? പെട്രോളിന്റെ വില കൂടുമല്ലേ? അപ്പൊ അത് തന്നെയാണ്. പിന്നെ ഗൾഫിൽ പണിയെടുക്കുന്നവരുടെ വരുമാനം നിലച്ചു. കയറ്റുമതിയിലൂടെ ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം ഇല്ലാതെയായി. അവിടെ യുദ്ധം നടക്കുവാണെങ്കിൽ നമുക്ക് അയക്കാൻ സാധിക്കുമോ? സാധനം ഇല്ല. അപ്പൊ എന്താണ്? കയറ്റുമതിയിലൂടെ ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം ഇല്ലാതായി. അതാണ് നാലാമത്തെ കാരണം, ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും യുദ്ധവും. ഇനി അഞ്ചാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ നാണയ കരുതൽ കുറഞ്ഞു. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡിക്രീസ് ആയി. വിദേശ നാണയ കരുതൽ കുറഞ്ഞു. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 100 കോടിയിൽ താഴെയായി 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് പോലും തികയുമായിരുന്നില്ല. ഇനി ആറാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുകടം കൂടി കേട്ടോ. പൊതുകടം കൂടി. ഏഴാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമേഖലയുടെ ദുർബല പ്രകടനം. എട്ടാമത്തേത് സമ്പത്ത് വ്യവസ്ഥയുടെ കാര്യക്ഷമത ഇല്ലായ്മ. അപ്പൊ നമുക്ക് പഠിക്കണം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം. നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി അഥവാ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പണപ്പെരുപ്പം വർദ്ധിച്ചു അഥവാ ഇൻഫ്ലേഷൻ. രണ്ടാമത്തേത് ധനക്കമ്മി ഉയർന്നു, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. മൂന്നാമത്തേത് അടവ് ശിഷ്ടം അനുകൂലമല്ല. നാലാമത്തേത് ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും യുദ്ധവും.
അഞ്ചാമത്തേത് വിദേശ നാണയ കരുതൽ കുറഞ്ഞു. ആറാമത്തെ പൊതുകടം കൂടി. ഏഴാമത്തെ എന്തുവായിരുന്നു? പൊതുമേഖലയുടെ ദുർബല പ്രകടനം. 8 സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത ഇല്ലായ്മ. ഇനി നോക്കാം, അസുഖകരമായ ഈ അവസ്ഥ തരണം ചെയ്യുന്നതിനായി ലോക ബാങ്കിനെയും അന്താരാഷ്ട്ര നാണയനിധിയെയും ഇന്ത്യ സമീപിച്ചു. ചില ഉപാധികളോടെ അവർ $700 കോടി വായ്പ അനുവദിച്ചു കേട്ടോ. ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അസുഖകരമായിട്ടുള്ള ഈ ഒരു അവസ്ഥകളൊക്കെ ആ ഒരു 91 മുമ്പ് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് നടന്ന ഒരു അവസ്ഥകളാണ്. അപ്പൊ ആ അവസ്ഥകളൊക്കെ ഇതാണ്. ഈ അസുഖകരമായിട്ടുള്ള ഈ അവസ്ഥ തരണം ചെയ്യുന്നതിനായി ലോക ബാങ്കിനെയും അന്താരാഷ്ട്ര നാണയനിധിയെയും ഇന്ത്യ സമീപിച്ചു. ചില ഉപാധികളോടെ അവർ $700 കോടി വായ്പ അനുവദിച്ചു. നോക്കാം ഉപാധികൾ. അപ്പൊ എന്തൊക്കെയാണ് ഉപാധികൾ? അതായത് $700 കോടി വായ്പ അനുവദിച്ചതിന് നൽകാനുള്ള ഉപാധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, സമ്പത്ത് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കണം. സമ്പത്ത് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കണം. സ്വകാര്യ മേഖലയിൽ മേലുള്ള നിയന്ത്രണം നീക്കണം. ആഗോള തലത്തിൽ വാണിജ്യ നിയന്ത്രണം നീക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കണം. ഉപാധികൾ സ്വീകരിച്ച് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയത്തിന് രൂപം കൊടുത്തു. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ്? ഈ അന്താരാഷ്ട്ര നാണയനിധിയും ലോക ബാങ്കും ഇന്ത്യക്ക് അനുവദിച്ച $700 കോടി വായ്പ അനുവദിച്ചു. അപ്പൊ അനുവദിച്ചപ്പോൾ ഇന്ത്യക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഉപാധികൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ ശരിയാണെന്ന് എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്തൊക്കെയാണ് ഇന്ത്യക്ക് മുമ്പിൽ വെച്ച ഉപാധികള്? സമ്പത്ത് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കണം. സ്വകാര്യ മേഖലയിൽ മേലുള്ള നിയന്ത്രണം നീക്കണം. ആഗോളതലത്തിൽ വാണിജ്യ നിയന്ത്രണം നീക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കണം. ഉപാധികൾ സ്വീകരിച്ച് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയത്തിന് രൂപം കൊടുത്തു. ക്ലിയർ ആണേ? അടുത്ത പോയിന്റിലോട്ട് പോവാം. പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് 2 തരം പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കാം. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ അഥവാ ഗവൺമെന്റ് 2 തരം പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഏതൊക്കെയാണ്? 1 സുസ്ഥിരവൽക്കരണ നടപടികളും 2 ഘടനാപരമായ ക്രമീകരണ നടപടി. ഫസ്റ്റ് ഒന്നാമത്തേതായിരുന്നു സുസ്ഥിരവൽക്കരണ നടപടി അഥവാ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും. രണ്ടാമത്തേത് ഘടനാപരമായിട്ടുള്ള ക്രമീകരണ നടപടി സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. നോക്കാം. ഒന്നാമത്തേത് സുസ്ഥിരവൽക്കരണ നടപടികൾ അഥവാ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കാം. സുസ്ഥിരവൽക്കരണ നടപടികൾ എന്താണെന്ന് നോക്കാം. വിദേശ നാണയ പ്രതിസന്ധി, പണപ്പെരുപ്പം, ഫിസ്കൽ കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളെയാണ് സുസ്ഥിരവൽക്കരണ നടപടികൾ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം എന്താണ് സുസ്ഥിരവൽക്കരണ നടപടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം എന്താണ്? വിദേശ നാണയ പ്രതിസന്ധി, പണപ്പെരുപ്പം, ഫിസ്കൽ കമ്മി തുടങ്ങിയ സ്ഥൂല എന്ന് പറഞ്ഞാൽ മാക്രോ ആണ് കേട്ടോ. അപ്പൊ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സുസ്ഥിരവൽക്കരണ നടപടികൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ഘടനാപരമായിട്ടുള്ള ക്രമീകരണ നടപടി അഥവാ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ നയം, തൊഴിൽ നയം, വ്യാപാര നയം തുടങ്ങിയവയിൽ മാറ്റങ്ങൾ വരുത്തി സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന നടപടിയാണ്. പഠിച്ചു വെക്കണം. രണ്ടാമത്തെ എന്തായിരുന്നു? ഘടനാപരമായിട്ടുള്ള ക്രമീകരണ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യവസായ നയം, തൊഴിൽ നയം, വ്യാപാര നയം തുടങ്ങിയവയിൽ മാറ്റം വരുത്തി സമ്പദ് വ്യവസ്ഥയെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് ഘടനാപരമായ ക്രമീകരണ നടപടി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ പഠിച്ചു വെക്കണം. അതായത് ഇപ്പൊ പഠിച്ച എന്താണ്? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് 2 തരം പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഒന്ന് സുസ്ഥിരവൽക്കരണ നടപടികളും രണ്ടാമത്തെ ഘടനാപരമായ ക്രമീകരണ നടപടികളും. ക്ലിയർ ആണ്? ഇനി അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. ഉദാരവൽക്കരണം. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ചോദ്യ പേപ്പറുകളിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി. ചോദ്യ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് എക്കണോമിക്സ് പാർട്ടിൽ നിന്ന് ഒരു ചോദ്യം വരുന്നതാണ് ഉദാരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ SCRT പോയിന്റ്സ് ഒക്കെ കണക്ട് ചെയ്താണ് നമ്മൾ ഈ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ പഠിച്ചു നോക്കണം. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിബറലൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ലിബറലൈസേഷൻ. ആ പേര് ലിബറലൈസേഷൻ എന്താണ്? കുറച്ച് ലിബറൽ ആക്കുക എന്നല്ലേ അർത്ഥം. അപ്പൊ പഠിച്ചു നോക്കണം. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാരവൽക്കരണം എന്നാൽ സമ്പദ് വ്യവസ്ഥയിലെ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കുക, സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു നൽകുക
എന്നിവയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ലിബറൽ ആക്കുക, കുറച്ചുകൂടെ എന്താണ് ലിബറലൈസേഷൻ എന്താണ്, നമ്മൾ കടുകട്ടിയായിട്ടുള്ള നിയമങ്ങളൊന്ന് കുറച്ചുകൂടെ ലിബറൽ ആക്കി കൊടുക്കുക, സമ്പദ് വ്യവസ്ഥയെ കുറച്ചുകൂടെ ലിബറൽ ആക്കി കൊടുക്കുക, അതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഉദാരവൽക്കരണം എന്നാൽ സമ്പത്ത് വ്യവസ്ഥയിലെ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കുക, സമ്പത്ത് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു നൽകുക എന്നിവയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഓക്കെ, അടുത്ത പോയിന്റ്. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് നിലവിലുണ്ടായിരുന്ന കടുത്ത സർക്കാർ നിയന്ത്രണങ്ങളും ചുവപ്പ് നാടകളും ലഘൂകരിക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പൊ പഠിച്ചു നോക്കണം. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് നിലവിലുണ്ടായിരുന്ന കടുത്ത സർക്കാർ നിയന്ത്രണങ്ങളും ചുവപ്പ് നാടകളും ലഘൂകരിക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുന്ന പ്രക്രിയയായിരുന്നു ലിബറലൈസേഷൻ, അത് ഉദാരവൽക്കരണം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്. അതേക്കുറിച്ച് ആണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായാണ് ഉദാരവൽക്കരണം നടപ്പിലാക്കിയത്. അപ്പൊ പഠിച്ചു വെക്കണം, എന്താണ് നമ്മുടെ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായാണ് ഉദാരവൽക്കരണം നടപ്പിലാക്കിയത്. സ്വകാര്യ സംരംഭകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഒരു മാർക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക നയത്തിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ഉദാരവൽക്കരണം നടപ്പിലാക്കിയത് എന്ന് പരീക്ഷയ്ക്ക് വയ്ക്കാം. എങ്ങനെയാണ്? സ്വകാര്യ സംരംഭകർക്ക്, പഠിച്ചു വെച്ചോണേ, സ്വകാര്യ സംരംഭകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുക എന്നതായിരുന്നു ഉദാരവൽക്കരണം. നമ്മുടെ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ഉദാരവൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ഇനി നമുക്ക് ഈ ഒരു പുത്തൻ സാമ്പത്തിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മേഖലകളിലാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യത്തെ മേഖലകളാണ് വ്യവസായിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. പുത്തൻ സാമ്പത്തിക നയത്തിലെ വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ലൈസൻസിംഗ് നിർത്തലാക്കി മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കൾ, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ, ഔഷധങ്ങൾ തുടങ്ങിയവയ്ക്ക് മാത്രം ലൈസൻസിംഗ് ചുരുങ്ങി. അതായത് ഇത്രയേ ഉള്ളൂ. 91 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് മുമ്പ് നമുക്കൊരു വ്യവസായം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ചടങ്ങുകളായിരുന്നു. എന്താണ് വ്യവസായ മേഖലയിൽ എന്താണ് ലൈസൻസിങ്, എന്ത് മേഖല തുടങ്ങുകയാണെങ്കിലും അത് ലൈസൻസിങ് ഒക്കെ ഭയങ്കര കർശന നിയമങ്ങൾ വരുന്നു. പക്ഷേ പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷം എന്താണ് ലൈസൻസ് നിർത്തലാക്കി എന്താണ് മദ്യം, സിഗരറ്റ്, അപ്പൊ എല്ലാത്തിനുള്ള ലൈസൻസിങ് നിർത്തലാക്കിയിട്ട് പകരം മദ്യം, സിഗരറ്റ്, ആപൽക്കരമായിട്ടുള്ള രാസവസ്തുക്കൾ, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ, ഔഷധങ്ങൾ തുടങ്ങിയവയ്ക്ക് മാത്രം ലൈസൻസിങ് ചുരുക്കി കേട്ടോ. അപ്പൊ ഈ മദ്യവും സിഗരറ്റും ആപൽക്കരമായിട്ടുള്ള രാസവസ്തുക്കൾക്കും വ്യാവസായിക സ്ഫോടക വസ്തുക്കൾക്കും ഔഷധങ്ങൾക്കും മാത്രം എന്താണ് ലൈസൻസിങ് ചുരുക്കി, ബാക്കിയുള്ളവരിൽ നിന്ന് ലൈസൻസിംഗിൽ നിന്ന് നിർത്തലാക്കി കേട്ടോ. ഇവയ്ക്ക് മാത്രമാണ് ലൈസൻസിങ് ചുരുക്കിയിട്ടുള്ളത്. അതൊരു വലിയൊരു പരിഷ്കാരമായിരുന്നു വ്യവസായ മേഖലയിലെ. ഇനി അടുത്തൊരു പരിഷ്കാരമാണ് വ്യവസായ മേഖലയിലെ സംവരണം വെട്ടിക്കുറച്ചു. ദേശരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, അണുശക്തി, റെയിൽവേ എന്നിവ മാത്രം പൊതുമേഖലയ്ക്കായി വിട്ടുകൊടുത്തു. അപ്പൊ പഠിച്ചു വെക്കണം. സംവരണം വെട്ടിക്കുറച്ചു. ദേശരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, അണുശക്തി, റെയിൽവേ എന്നിവ മാത്രം പൊതുമേഖലയ്ക്കായി വിട്ടുകൊടുത്തു. യൂണിറ്റുകൾക്ക് വികസനാനുമതി നൽകി. അതുപോലെ തന്നെ കുത്തക നിയമവും വിദേശ നാണ്യ നിയമവും ഭേദഗതി ചെയ്തു കേട്ടോ. അപ്പൊ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് കുത്തക നിയമവും വിദേശ നാണ്യ നിയമവും ഭേദഗതി ചെയ്തു. ചെറുകിട മേഖല വ്യവസായത്തിന്റെ സംവരണം കുറച്ചു. മൂലധന നിക്ഷേപത്തിന്റെ തോത് ഉയർത്തി കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ചെറുകിട വ്യവസായത്തിന്റെ സംവരണം കുറച്ചു, മൂലധന നിക്ഷേപത്തിന്റെ തോത് ഉയർത്തി. ഇത്രയുമാണ് നമ്മുടെ വ്യവസായിക മേഖലയിലെ പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പരിഷ്കാരങ്ങൾ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ഇനി അടുത്തത് ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പഠിക്കണം. ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് തന്നെ ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങുവാനുള്ള ലൈസൻസിംഗ് ഉദാരവൽക്കരിച്ചു. അപ്പൊ പഠിച്ചു നോക്കണം. ബാങ്ക് ബ്രാഞ്ചുകൾ, ഓരോ ബാങ്കിനും ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ പല സ്ഥലത്ത്. അപ്പൊ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങുവാനുള്ള ലൈസൻസിംഗ് ഉദാരവൽക്കരിച്ചു. ധനകാര്യ സ്ഥാപനങ്ങളുടെ മേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണങ്ങളിൽ കുറവ് വരുത്തി. അതായത് 91 മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കുകൾക്ക് മേൽ എന്താണ് റിസർവ് ബാങ്കിന് നല്ല രീതിയിൽ എന്താണ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 91 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളിൽ ധനകാര്യ
സ്ഥാപനങ്ങൾക്കുമേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണങ്ങളിൽ കുറവ് വരുത്തി. ഇനി വിദേശ ബാങ്കുകളെയും പുതുതലമുറ ബാങ്കുകളെയും അനുവദിച്ചു. ഒരുപാട് പ്രൈവറ്റ് ബാങ്കുകളെയൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. വിദേശ ബാങ്കുകളെയും പുതുതലമുറ ബാങ്കുകളെയും നമ്മുടെ രാജ്യത്ത് അനുവദിച്ചു. പിന്നെ CRR, SLR എന്നിവ കുറച്ചു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് CRR എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. CRR എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. എന്താണ് CRR എന്ന് പറഞ്ഞാൽ? കരുതൽ ധനാനുപാതമാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു. അതായത് ഒരു ബാങ്കിൽ ഒരു നിശ്ചിത തുക RBIയിൽ സൂക്ഷിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ കരുതൽ ധനാനുപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാങ്കിന്റെ ഒരു നിശ്ചിത തുക, നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത തുക റിസർവ് ബാങ്കിൽ കരുതൽ ധനമായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. ഇനി SLR എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ബാങ്കുകളിലും ഒരു നിശ്ചിത തുക, അത് അങ്ങനെ ഗോൾഡ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ബോണ്ട് ആയിട്ടോ ബാങ്കുകളിൽ തന്നെ നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നതാണ് SLR എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ആ ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും എന്നിവ ഈ ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ പ്രകാരം കുറച്ചു. എന്റെ നിക്ഷേപത്തിന്റെ ഒരു ഇതിലെ ആ ധനാനുപാതമില്ലേ സൂക്ഷിക്കുന്നത്, അതിന്റെ കുറച്ചു എന്നാണ് പറയുന്നത്. ആ റേഷ്യോ കുറച്ചു എന്നാണ് പറയുന്നത്. ഇനി ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു കേട്ടോ. അപ്പൊ എന്താണ്? ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു. നേരത്തെ എന്താണ്? 91 മുൻപ് എന്താണ്? ഇൻഷുറൻസ് മേഖലയിലെ ഗവൺമെന്റ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ എന്താണ്? ഇപ്പൊ ഒരുപാട് പ്രൈവറ്റ് മേഖലകളൊക്കെ അല്ലേ ഇൻഷുറൻസ് മേഖലയിൽ വരുന്നത്. അതാണ് പറയുന്നത് ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റൈസേഷൻ ചെയ്തു. ഇനി മൂലധന കമ്പോളം ഉദാരവൽക്കരിച്ചു. അപ്പൊ ഇത്രയുമാണ് ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളായിട്ട് വരുന്നത്. ക്ലിയർ ആണേ? ഇനി നമുക്ക് അടുത്തത് നികുതി പരിഷ്കാരങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ധനനയത്തിന്റെ ഭാഗം നികുതി പരിഷ്കാരങ്ങൾ അഥവാ ധനനയത്തിന്റെ ഭാഗമാണ് നോക്കാം. പ്രത്യക്ഷ നികുതി നിരക്കുകൾ കുറയ്ക്കുക, ആദായ നികുതി, ഭൂനികുതി, സമ്പത്ത് നികുതി, കോർപ്പറേറ്റ് നികുതി. കേട്ടോ? അപ്പൊ എന്തൊക്കെയാണ്? പ്രത്യക്ഷ നികുതി നിരക്കുകൾ കുറയ്ക്കുക. അതിനകത്ത് വരുന്നതാണ് ആദായ നികുതികൾ, ഭൂനികുതി, സമ്പത്ത് നികുതി, കോർപ്പറേറ്റ് നികുതി. ഇനി പരോക്ഷ നികുതി നിരക്കുകൾ കുറയ്ക്കുക. വിൽപ്പന നികുതി, കസ്റ്റംസ് തീരുവ, വാറ്റ്, എക്സൈസ് തീരുവ എന്നിവയാണ്. കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറയ്ക്കുക. കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. ആ കോർപ്പറേറ്റ് നികുതി നിരക്കുകൾ കുറയ്ക്കുക. നികുതിദായകരുടെ നികുതി അടവ് നടപടിക്രമങ്ങൾ ലളിതമാക്കുക എന്നുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് നികുതികൾ, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, കോർപ്പറേറ്റ് നികുതിയൊക്കെ എന്താണ്? കുറയ്ക്കുക എന്നാണ് ആ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറയ്ക്കുക എന്താണ്? അങ്ങനെ കുറയ്ക്കുക എന്നാണ് ഈ ഒരു പുത്തൻ സാമ്പത്തിക നയത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നികുതിദായകരുടെ നികുതി അടവ്, നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ആ നടപടിക്രമങ്ങളൊക്കെ കുറച്ച് കട്ടിയുള്ളതായിരുന്നു 91 മുൻപ്. 91 ശേഷം പുത്തൻ സാമ്പത്തിക നയം പ്രകാരം എന്താണ്? നടപടിക്രമങ്ങൾ കുറച്ചുകൂടെ ലളിതമാക്കുക, ടാക്സ് അടയ്ക്കുന്ന കുറച്ചുകൂടെ ലളിതമാക്കുക. ക്ലിയർ ആണേ? ഇനി വിദേശ നാണയ പരിഷ്കാരങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ രൂപയുടെ മൂല്യം കുറച്ചു. അപ്പൊ രൂപയുടെ മൂല്യം കുറച്ചു, അതായത് എന്താണ്? ആഭ്യന്തര കറൻസിയുടെ മൂല്യം കുറച്ചു. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രൂപയുടെ മൂല്യം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറയണം. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പൊ നിലവിൽ എത്രയാണ്? 89 കണ്ടല്ലേ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ 89 ഒരു ഡോളർ എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോളറെ കുറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഡോളർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 89 എന്നുള്ളത് 110 ആക്കുക. 110 ആക്കുമ്പോൾ എന്താണ്? നമ്മുടെ രൂപയുടെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഒരു ഡോളർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്തെ പൈസ എന്ന് പറയുന്നത് 110 ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ആഭ്യന്തര കറൻസി മൂല്യം കുറച്ചു, വിദേശ നാണ്യം കൂട്ടി കേട്ടോ. അപ്പൊ ഒരു ഡോളർ എന്ന് പറയുന്നത് 110, 89 കിടന്ന് 110 ആകുമ്പോൾ നമ്മുടെ രാജ്യത്തെ കറൻസിയുടെ മൂല്യം കുറഞ്ഞു. പക്ഷെ മറ്റൊരു രാജ്യത്തെ അമേരിക്കയിലെ ഡോളറിന്റെ മൂല്യം കൂടി. അതാണ് ഉദ്ദേശിക്കുന്നത്. വിദേശ നാണ്യം കൂടി. ഇനി കയറ്റുമതി കൂടി. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അങ്ങനെ ഡോളറിന് വില ഇവിടെ കൂടുമ്പോഴേ എന്താണ് ചെയ്യുന്നത്? കയറ്റുമതികൾ കൂടും. അതുപോലെ തന്നെ ഇറക്കുമതി കുറഞ്ഞു. നമ്മുടെ രാജ്യത്ത് നിന്ന് ഇറക്കുമതി കുറയും. പക്ഷെ എന്താണ്? നമുക്കെന്താണ്? നമ്മുടെ ഇവിടെ ഉള്ള കയറ്റുമതി സാധനങ്ങളെല്ലാം പോകും. എന്താണ്? കയറ്റുമതി കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ രൂപയുടെ മൂല്യം കുറച്ചതുകൊണ്ട് അങ്ങനെ ഗുണങ്ങളും നമുക്ക് ലഭിച്ചു. ഇനി വിദേശ നാണയ വിനിമയ നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം റിസർവ് ബാങ്കിൽ നിന്ന് നാണയ വിപണി തന്നെ ഏറ്റെടുത്തു. അപ്പൊ അത് നല്ലൊരു പരിഷ്കാരമായിരുന്നു. എന്താണ്? വിദേശ നാണയ വിനിമയ നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം റിസർവ് ബാങ്കിൽ നിന്ന് നാണയ വിപണി തന്നെ ഏറ്റെടുത്തു. അതാണ്
വിദേശ നാണയ പരിഷ്കാരങ്ങളായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മൾ ഇതെല്ലാം പഠിച്ചു വെക്കണം. അപ്പൊ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങള്, രണ്ടാമത്തേത് ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങള്, മൂന്നാമത്തേതാണ് നികുതി പരിഷ്കാരങ്ങള്, പിന്നെ വിദേശ നാണയ പരിഷ്കാരങ്ങൾ എന്നിവയാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പരിഷ്കാരങ്ങളായിട്ട് വരുന്നത്. ഇനി നോക്കാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു മിനിറ്റ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കാം. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉടമസ്ഥതയോ നടത്തിപ്പോ സ്വകാര്യ വ്യക്തികൾക്കോ കമ്പനികൾക്കോ കൈമാറുന്ന പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഞാൻ ഒന്നുകൂടെ പറയാം. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉടമസ്ഥതയോ നടത്തിപ്പോ സ്വകാര്യ വ്യക്തികൾക്കോ കമ്പനികൾക്കോ കൈമാറുന്ന പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇത് പൊതുമേഖലയുടെ അമിതഭാരം കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും വിപണിയിലെ മത്സരത്തിലൂടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നു. അപ്പൊ എന്താണ് ഈ പ്രൈവറ്റൈസേഷൻ? എന്താണ്? പൊതുമേഖലയുടെ അമിതഭാരം കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും വിപണിയിലെ മത്സരത്തിലൂടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. നമുക്കറിയാം പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികൾ തമ്മിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരങ്ങളില്ലല്ലോ. അങ്ങനെ മത്സരങ്ങൾ വരുന്നതിലൂടെയാണ് വിപണിയിലൂടെ എന്താണ് ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നു ഈ സ്വകാര്യവൽക്കരണത്തിലൂടെ. ക്ലിയർ ആണ്? ഇനി അടുത്ത പോയിന്റ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഓഹരി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപ വിൽപ്പന, അത് നിർനിക്ഷേപം എന്ന് പറയുന്നത്. ഒരു മാർക്ക് പ്രതീക്ഷിക്കാം, പഠിച്ചു വെക്കണം. എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ, പഠിക്കണേ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഓഹരി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപ വിൽപ്പന എന്ന് പറയുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. നിക്ഷേപ വിൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളില്ലേ, ആ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഓഹരി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ നിക്ഷേപ വിൽപ്പന എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം കത്തും. അതായത് നമ്മുടെ അദാനി ഇപ്പം എന്താണ് എയർ ഇന്ത്യ സ്വന്തമാക്കിയില്ലേ? അപ്പൊ എയർ ഇന്ത്യ ഇത്ര വർഷത്തേക്കല്ല അദാനി സ്വന്തമാക്കിയത്. എയർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പൊതുമേഖലാ സ്ഥാപനം അല്ലായിരുന്നു. അപ്പൊ ആ ഒരു ഇത്ര വർഷത്തേക്ക് അദ്ദേഹത്തിന് എന്താണ് ആ ഗവൺമെന്റ് ഓഹരി, അദാനി ഗ്രൂപ്പിന് ആ ഗവൺമെന്റ് ഓഹരി എന്താണ് സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു. അങ്ങനെ വിറ്റുന്ന ആ ഒരു നടപടി പറയുന്നതാണ് നിക്ഷേപ വിൽപ്പന എന്ന് പറയുന്നത്. നിക്ഷേപ വിൽപ്പന അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ സ്വകാര്യവൽക്കരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മികച്ച മാനേജ്മെന്റ് വൈദഗ്ധ്യത്തിലൂടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. നമുക്കറിയാം ഒരു പ്രൈവറ്റൈസേഷൻ, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എങ്ങനെയായിരിക്കും എല്ലാം പക്ക ഡിസിപ്ലിൻ ആയിട്ടും എന്താണ് ഓർഗനൈസേഷൻ ആയിട്ടും ഒരു മെഷീനറി രീതിയിലല്ലേ പ്രൈവറ്റ് കമ്പനികളിൽ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റൈസേഷനിലൂടെ മികച്ച മാനേജ്മെന്റ് വൈദഗ്ധ്യത്തിലൂടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. കമ്പനികളുടെ ധനസ്ഥിതി വർദ്ധിപ്പിക്കുക. ഓഹരി വിപണിയിലൂടെ ഗവൺമെന്റ് റവന്യൂ വർദ്ധിപ്പിക്കുക. നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ മത്സരിക്കാൻ ശേഷിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 1997 ആദ്യമായി 9 സ്ഥാപനങ്ങൾക്കാണ് നവരത്ന പദവി നൽകിയത്. ആ ആദ്യ 9 കമ്പനികൾ താഴെ പറയുന്നവയാണ്. ഏതൊക്കെയാണ്? ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് BHEL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് BPCL, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് GAIL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് HPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IOCL, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ONGC, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് SAIL, ഇന്ത്യൻ IPCL അഥവാ ഇന്ത്യൻ പെട്രോ കെമിക്കൽസ് കോർപ്പറേഷൻ ലിമിറ്റഡ്
പിന്നീട് ഇത് റിലയൻസ് ഇൻഡസ്ട്രിയുമായിട്ട് ലയിപ്പിച്ചു. അപ്പൊ ഈ നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, പഠിച്ചു നോക്കണം. എന്താണ്? അന്താരാഷ്ട്ര വിപണിയിൽ മത്സരിക്കാൻ ശേഷിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1997 ആദ്യമായി 9 സ്ഥാപനങ്ങൾക്കാണ് നവരത്ന പദവി നൽകിയത് കേട്ടോ. നവരത്ന പദവി നൽകിയത്. അപ്പം ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം നിങ്ങളോട്, താഴെ കൊടുത്തിരിക്കുന്നതിൽ നവരത്ന പദവി നൽകിയത് ഏത് കമ്പനിക്കാണെന്ന് പരീക്ഷയ്ക്ക് വെക്കാം. ഏതാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ സെയിൽ. ഇങ്ങനെയായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതുൾപ്പെടെ ആദ്യ 9 കമ്പനികൾക്കാണ് നവരത്ന പദവി നൽകിയത് കേട്ടോ. അതായത് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗവൺമെന്റ് ഓഹരി ഷെയർ ചെയ്യുന്ന പരിപാടിയാണ് നവരത്ന പദവി എന്ന് പറയുന്നത്. ആ പദവി നൽകിയത് ഇതിന്റെ എല്ലാം ഷെയർ സ്വകാര്യവൽക്കരിച്ചു കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ. അപ്പൊ എന്താണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോക രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക കൈമാറ്റങ്ങളിലൂടെ ലോകം ഒരു ഒറ്റ വിപണിയായി മാറുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ്? ലോക രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക കൈമാറ്റങ്ങളിലൂടെ ലോകം ഒരു ഒറ്റ വിപണിയായി മാറുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്? അതിന്റെ ഒരു ഗുണമാണ് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഗതാഗത സൗകര്യങ്ങളും ഇതിന് വേഗത കൂട്ടി. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ആഗോള വിപണിക്ക് തുറന്നു കൊടുക്കുന്ന നടപടിയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ്? ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ആഗോള വിപണിക്ക് തുറന്നു കൊടുക്കുന്ന നടപടിയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ്? നമ്മളെ 2025 കേന്ദ്ര ബജറ്റ് 24 കേന്ദ്ര ബജറ്റ് 24 കേന്ദ്ര ബജറ്റ് എന്ന് തോന്നുന്നു. 24 കേന്ദ്ര ബജറ്റിൽ മക്കാന യൂണിറ്റ് ഇല്ലേ, മക്കാന യൂണിറ്റ് 25 തോന്നുന്നു കേട്ടോ. മക്കാന യൂണിറ്റ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ബീഹാറിലെ മക്കാന കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ. ആ മക്കാന കൃഷി എന്താണ്? നമ്മൾ അമേരിക്കയിലോട്ടൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പൊ നമ്മുടെ രാജ്യത്തെ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്താണ് അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് എന്താണ് ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് നമ്മുടെ ആഭ്യന്തര പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവെക്കാൻ ഈ ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ കാരണം സാധിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത് ആഭ്യന്തര സമ്പത്ത് വ്യവസ്ഥയെ ആഗോള വിപണിക്ക് തുറന്നു കൊടുക്കുന്ന നടപടിയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇനി ആഭ്യന്തര വിപണിയെ ലോക വിപണിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പൊ ആഗോളവൽക്കരണം എന്താണ്? നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള വിപണിയെ ലോക വിപണിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ലോക രാജ്യങ്ങളുടെ ഏകീകരണത്തിന് ഇടയാക്കുന്നതാണ് ഗ്ലോബലൈസേഷൻ. അതായത് നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുട്ബോൾ നടക്കില്ലേ, ബ്രസീലിലെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് വിൽക്കുന്നില്ലേ, നമ്മുടെ രാജ്യത്തെ ഒരു പ്രൊഡക്റ്റ് ബ്രസീലിൽ കൊണ്ടുവന്നില്ല, അല്ലെ മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുവന്നില്ലേ. ഇതൊക്കെ തന്നെയാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോക രാജ്യങ്ങൾക്കൊരു ഏകീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക കൈമാറ്റങ്ങളിലൂടെ ലോകം ഒരൊറ്റ വിപണിയായി മാറുന്ന പ്രക്രിയയാണ്. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഗതാഗത സൗകര്യവും ഇതിന് വേഗത കൂട്ടി. ഗ്ലോബലൈസേഷന് ഇന്ത്യയിൽ വേഗത കൂട്ടി. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ആഗോള വിപണിക്ക് തുറന്നു കൊടുക്കുന്ന നടപടിയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ആഭ്യന്തര വിപണിയെ ലോക വിപണിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. കൂടാതെ തന്നെ നമ്മുടെ ലോക രാജ്യങ്ങളുടെ ഒരു ഏകീകരണം ഗ്ലോബലൈസേഷനിലൂടെ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പോയിന്റ് ആണ് ഗ്ലോബലൈസേഷന്റെ സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, വിജ്ഞാനം, മനുഷ്യ മൂലധനം എന്നിവ രാജ്യാതിർത്തിക്ക് അപ്പുറത്തേക്ക് സ്വതന്ത്രമായി ഒഴുകുന്നു കേട്ടോ. അത് തന്നെയാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത്. എന്താണ്? സാധനങ്ങള്, സേവനങ്ങള്, മൂലധനം, വിജ്ഞാനം, മനുഷ്യ മൂലധനം എന്നിവ രാജ്യ അതിർത്തിക്കപ്പുറത്തേക്ക് സ്വതന്ത്രമായി ഒഴുകുന്നു. വിദേശ വാണിജ്യവും വിദേശ മൂലധന നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഗ്ലോബലൈസേഷനിലൂടെ എന്താണ്? വിദേശ വാണിജ്യവും വിദേശ മൂലധന നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നു. ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെ ബാക്കിപത്രമാണ് ഗ്ലോബലൈസേഷൻ. അപ്പൊ പഠിച്ചു വെക്കണം. ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ബാക്കിപത്രമാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ട്സോഴ്സിംഗ് എന്നാണ്. ഔട്ട്സോഴ്സിംഗ് അഥവാ പുറംതള്ളൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഔട്ട്സോഴ്സിംഗ് അഥവാ പുറംതള്ളൽ എന്താണെന്ന്. അപ്പൊ എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോളവൽക്കരണത്തിന്റെ ഫലമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി അതിന്റെ ചില ജോലികൾ ചെയ്യുന്നതിന് പുറമേ നിന്ന് സഹായം സ്വീകരിക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. വികസിത രാജ്യങ്ങൾ
അവർക്കാവശ്യമായ ജോലികൾ വികസ്വര രാജ്യങ്ങളിലെ തൊഴിൽ വിദഗ്ധരെ ഉപയോഗപ്പെടുത്തുന്നു. ഇത്രയുള്ള വളരെ എളുപ്പമാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി നമ്മൾ ഇന്ത്യക്കാർ പോയി ജോലി ചെയ്യുന്നില്ലേ, സ്കിൽഡ് ലേബേഴ്സിനെ യൂസ് ചെയ്യുന്നില്ലേ എന്ന് പറയുന്നതിനൂട്ട് തന്നെയാണ് മറ്റൊരു രാജ്യത്തെ ഒരു കമ്പനി അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സിനെ മറ്റൊരു രാജ്യത്ത് നിന്ന് എടുക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് അഥവാ പുറന്തള്ളൽ എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗോള വൽക്കരണത്തിന്റെ ഫലമാണ് ഔട്ട്സോഴ്സിംഗ്. ഒരു കമ്പനി അതിന്റെ ചില ജോലികൾ ചെയ്യുന്നതിന് പുറമെ നിന്ന് സഹായം സ്വീകരിക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. വികസിത രാജ്യങ്ങൾ അവർക്കാവശ്യമായ ജോലികൾ വികസ്വര രാജ്യങ്ങളിലെ തൊഴിൽ വിദഗ്ധരെ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി ഔട്ട്സോഴ്സിംഗിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പുറന്തള്ളലാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞത്. ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് തന്നെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നൽകി കേട്ടോ. ഔട്ട്സോഴ്സിംഗ് എന്നാണ് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നൽകി. മറ്റൊരു രാജ്യത്തൊക്കെ നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ പോയി ജോലി ചെയ്യുന്നവരില്ലേ, സ്കിൽഡ് ലേബേഴ്സ് ഒക്കെ ഇല്ലേ, അപ്പൊ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നൽകി. വിദേശ നിക്ഷേപത്തിന്റെ വരവിന് സഹായിച്ചു. എന്താണ്? നമ്മുടെ രാജ്യത്തുള്ളവര് പുറം രാജ്യത്ത് പോയി ജോലി ചെയ്തു. അപ്പൊ അവര് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കാശ് നമ്മുടെ രാജ്യത്തോട്ട് അയക്കത്തില്ലേ? അങ്ങനെ എന്താണ്? നമ്മുടെ രാജ്യത്ത് വിദേശ നിക്ഷേപത്തിന്റെ വരവിന് സഹായിച്ചു. പിന്നെ ആധുനിക സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു. ആശയവിനിമയത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചു. പിന്നെ ആഗോള വിപണി വിശാലമായി. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട്സോഴ്സിംഗ് അഥവാ പുറന്തള്ളൽ എന്ന് പറഞ്ഞ ആഗോളവൽക്കരണത്തിന്റെ ആഗോളവൽക്കരണത്തിന്റെ ഫലമാണ് ഔട്ട്സോഴ്സിംഗ് അഥവാ പുറന്തള്ളൽ എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പരീക്ഷയ്ക്ക് ചോദിക്കും, പഠിച്ചു വെക്കണം. കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകി, വിദേശ നിക്ഷേപത്തിന്റെ വരവിന് സഹായിച്ചു, ആധുനിക സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു, ആശയവിനിമയത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചു, ആഗോള വിപണി വിശാലമായി. ഇത്രയുമാണ് ഔട്ട്സോഴ്സിംഗിന്റെ ഗുണങ്ങൾ. 1 മാർക്ക് പ്രതീക്ഷിക്കാം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഒരു മിനിറ്റ്. അടുത്ത പോയിന്റ് ആണ് നയപരിഷ്കരണ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ എങ്ങനെയാണ്. അതായത് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പരിഷ്കരണ കാലഘട്ടത്തിലെ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. GDP വളർച്ചാ നിരക്കിൽ ഗണ്യമായ വർധനവ് ഉണ്ടായി കേട്ടോ. അപ്പൊ എന്താണ്? ഒന്നാമത്തേത് GDP വളർച്ചാ നിരക്കിൽ ഗണ്യമായ വർധനവ് ഉണ്ടായി. വിദേശ മൂലധന നിക്ഷേപം ഉയർന്നു. വിദേശ കരുതൽ ശേഖരം വർദ്ധിച്ചു. തൊഴിൽ മേഖല പുഷ്ടിപ്പെടുകയോ തൊഴിൽ അവസരങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയോ ചെയ്തില്ല. പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാതെ പോയ മേഖലയാണ് കാർഷിക മേഖല. കാർഷിക മേഖല ഈ കാലഘട്ടത്തിൽ തളരുകയായിരുന്നു. കാരണം എന്താണ്? നമ്മൾ പുത്തൻ സാമ്പത്തിക നയത്തിൽ നമ്മൾ കൂടുതലും വ്യവസായപരമായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കുറച്ചുകൂടെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. കൃഷിയെ നമ്മൾ അവിടെ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാതെ പോയ മേഖല ഏതാണ്? കാർഷിക മേഖലയാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, പുത്തൻ സാമ്പത്തിക നയ പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാതെ പോയ മേഖല ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? കാർഷിക മേഖലയാണ് കേട്ടോ. കാർഷിക മേഖല ഈ കാലഘട്ടത്തിൽ തളരുകയായിരുന്നു. പക്ഷേ വ്യവസായിക മേഖല വളർന്നു. നമുക്ക് എന്താണ്? പുത്തൻ സാമ്പത്തികത്തിന്റെ മെയിൻ എന്താണ്? വ്യവസായ മേഖലയെ ഉയർത്തുക എന്നതാണ്. വ്യവസായ മേഖല വളർന്നു. നികുതി വരുമാനത്തിൽ ഉണ്ടായ കുറവ് സാമ്പത്തിക വളർച്ചയെ ദോഷകരമായിട്ട് ബാധിച്ചു കേട്ടോ. അപ്പൊ നികുതി വരുമാനത്തിൽ ഉണ്ടായ കുറവ്, നമ്മള് നികുതികളെല്ലാം വെട്ടിക്കുറച്ചല്ലോ. നമ്മൾ പഠിച്ചാണല്ലോ നികുതി പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് നികുതികളെല്ലാം വെട്ടിക്കുറച്ചത് മൂലം എന്താണ്? നികുതി വരുമാനത്തിലുണ്ടായ കുറവ് സാമ്പത്തിക വളർച്ചയെ ചെറുതായിട്ട് ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പഠിച്ചു വെക്കണം. അപ്പൊ നമ്മൾ പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. പുത്തൻ സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? GDP വളർച്ചാ നിരക്കിൽ ഗണ്യമായ വർധനവ് ഉണ്ടായി. വിദേശ മൂലധന നിക്ഷേപം ഉയർന്നു. വിദേശ കരുതൽ ശേഖരം വർദ്ധിച്ചു. തൊഴിൽ മേഖല പുഷ്ടിപ്പെടുകയോ തൊഴിൽ അവസരങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയോ ചെയ്തില്ല. പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാതെ പോയ മേഖലയാണ് കാർഷിക മേഖല. കാർഷിക മേഖല ഈ കാലഘട്ടത്തിൽ തളരുകയായിരുന്നു. ഇനി അടുത്തത് എന്താണ്? വ്യവസായിക മേഖല വളർന്നു. നികുതി വരുമാനത്തിൽ ഉണ്ടായ കുറവ് സാമ്പത്തിക വളർച്ചയെ ദോഷകരമായി ബാധിച്ചു. അപ്പൊ ഇത്രയുമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾ. ഇനി നമ്മുടെ ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാര നയങ്ങളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇങ്ങനെയായിരിക്കും പരീക്ഷ ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാര നയങ്ങളുടെ നേട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാം. കുറെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്ക് പ്രതീക്ഷിക്കാം. എന്താണ്? പുത്തൻ സാമ്പത്തിക പരിഷ്കാര നയങ്ങളുടെ നേട്ടങ്ങൾ
ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ആഗോള വിപണിയുടെ ലഭ്യത നമുക്ക് പുതിയ സാധ്യതകൾ തുറന്നു തന്നു. എന്താണ് ഫസ്റ്റ്? എന്താണ്? ആഗോളവൽക്കരണം നടപ്പിലാക്കിയല്ലോ. അപ്പൊ ആഗോള വിപണിയുടെ ലഭ്യത നമുക്ക് പുതിയ സാധ്യതകൾ തുറന്നു തന്നു. ഇനി അടുത്തത് മെച്ചമായ സാങ്കേതിക വിദ്യയുടെ ലഭ്യത ആഭ്യന്തര വ്യവസായത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിച്ചു. എന്താണ്? മെച്ചമായ സാങ്കേതിക വിദ്യയുടെ ലഭ്യത ആഭ്യന്തര വ്യവസായത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിച്ചു. GDP വളർച്ചാ നിരക്ക് വർദ്ധിച്ചു. GDP വളർച്ചാ നിരക്ക് വർദ്ധിച്ചു. അടുത്തത് സമ്പാദ്യത്തിന്റെയും മൂലധന നിക്ഷേപത്തിന്റെ നിരക്ക് വർദ്ധിച്ചു. സമ്പാദ്യത്തിന്റെയും മൂലധന നിക്ഷേപത്തിന്റെ നിരക്ക് വർദ്ധിച്ചു. വിദേശ മൂലധനം ഇന്ത്യയിലേക്ക് ഒഴുകി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിദേശ മൂലധനം ഇന്ത്യയിലേക്ക് ഒഴുകി. വിദേശ കരുതൽ നാണയ ശേഖര സ്ഥിതി മെച്ചപ്പെട്ടു. സേവന മേഖലയിലും വ്യവസായ മേഖലയിലും പ്രകടമായ വർധനവ് ഉണ്ടായി. അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കണം. 1 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഒന്നുകൂടെ പറയാം. സാമ്പത്തിക പരിഷ്കാര നയങ്ങളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പുത്തൻ സാമ്പത്തിക പരിഷ്കാര നയങ്ങളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് ആഗോള വിപണിയുടെ ലഭ്യത നമുക്ക് പുതിയ സാധ്യതകൾ തുറന്നു തന്നു. മെച്ചമായ സാങ്കേതിക വിദ്യയുടെ ലഭ്യത ആഭ്യന്തര വ്യവസായത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിച്ചു. പിന്നെ നമ്മുടെ GDP, ഓരോ വർഷത്തിലാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GDP വളർച്ചാ നിരക്ക് വർദ്ധിച്ചു. സമ്പാദ്യത്തിന്റെയും മൂലധന നിക്ഷേപത്തിന്റെ നിരക്ക് വർദ്ധിച്ചു. വിദേശ മൂലധനം നമ്മുടെ ഇന്ത്യയിലേക്ക് ഒഴുകി. വിദേശ കരുതൽ നാണയ ശേഖര സ്ഥിതി മെച്ചപ്പെട്ടു. സേവന മേഖലയിലും വ്യാവസായിക മേഖലയിലും പ്രകടമായ വർധനവ് ഉണ്ടായി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സാമ്പത്തിക പരിഷ്കാര നയങ്ങളുടെ നേട്ടങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള നേട്ടങ്ങളായിട്ട് ലഭിച്ചത്. ഇനി നമുക്കറിയാം, ഏതൊരു നയമാണെങ്കിലും അതിന് നേട്ടവും ഉണ്ടാവും കോട്ടവും ഉണ്ടാവും. അപ്പൊ നമ്മുടെ പുത്തൻ സാമ്പത്തിക പരിഷ്കാര നയങ്ങളുടെ കോട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു. നമുക്കറിയാം, പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ വരുമ്പോൾ എന്താണ്, പണക്കാർക്ക് അങ്ങ് പണം വന്നു പോവും. എന്താണ് അങ്ങനെ ഒരു ഇത് വരത്തില്ലേ? എന്താണ് സ്വകാര്യവൽക്കരണം ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, മുതലാളിമാർ വളരും, തൊഴിലാളി ചെറുതാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ആവുന്നില്ല, സോഷ്യലൈസേഷൻ വരുന്നില്ല, മുതലാളി വലുതാവും, തൊഴിലാളി ചെറുതാവും. അപ്പൊ അതാണ് പറയുന്നത് സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു. കാർഷിക മേഖല തകർന്നു. നമുക്കറിയാം, നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചാണ്, പുത്തൻ സാമ്പത്തിക നയത്തിൽ തകർന്ന ഒരു മേഖലയായിരുന്നു കാർഷിക മേഖല. അതാണ് പറയുന്നത് കാർഷിക മേഖല തകർന്നു. കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നവരുടെ ഉപജീവന മാർഗം നഷ്ടമായി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പഠിച്ചു വെക്കണം. കാർഷിക മേഖല തകർന്നു എന്ന് പറഞ്ഞു. അപ്പൊ കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നവരുടെ ഉപജീവന മാർഗം നഷ്ടമായി. സേവന മേഖലയിലെ ഉണർവ് അഭ്യസ്ത വിദ്യർക്ക് മാത്രം തുണയായി. അപ്പൊ പഠിച്ചു വെക്കണം, സേവന മേഖലയിലെ ഉണർവ് എന്താണ്, അഭ്യസ്ത ടെക്നിക്കലായിട്ടൊക്കെ സ്കിൽഡ് ലേബേഴ്സിന് മാത്രം എന്താണ് തുണയായിട്ട് മാറി. തൊഴിലവസരങ്ങൾ എല്ലാ മേഖലയിലും വർദ്ധിച്ചില്ല കേട്ടോ. തൊഴിലവസരങ്ങൾ എല്ലാ മേഖലയിലും വർദ്ധിച്ചില്ല. അപ്പൊ പഠിച്ചു വെക്കണം, പുത്തൻ സാമ്പത്തിക പരിഷ്കാര നയങ്ങളുടെ കോട്ടങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു, കാർഷിക മേഖല തകർന്നു, കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നവരുടെ ഉപജീവന മാർഗം നഷ്ടമായി, സേവന മേഖലയിലെ ഉണർവ് അഭ്യസ്ത വിദ്യർക്ക് മാത്രം തുണയായി, തൊഴിലവസരങ്ങൾ എല്ലാ മേഖലയിലും വർദ്ധിച്ചില്ല. ക്ലിയർ ആണേ? ഇനി അതിനൊരു കൺക്ലൂഡ് ചെയ്താണ് പറയുന്നത്, 1991 സാമ്പത്തിക പരിഷ്കരണ നയം നടപ്പാക്കിയതിന് ഒരു കാരണം IMF-ന്റെ നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പൊ 1991 സാമ്പത്തിക പരിഷ്കരണ നയം നടപ്പാക്കിയതിന് ഒരു കാരണം എന്താണ്? IMF-ന്റെ നിർബന്ധമായിരുന്നു. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചാണല്ലേ, ആദ്യം നമ്മൾ പഠിച്ചാണ് 700 കോടി രൂപ വായ്പ വെച്ചപ്പോൾ ഉപാധികൾ വെച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാമ്പത്തിക പരിഷ്കരണ നയം നടപ്പിലാക്കിയത്. 1991 NEP-യുടെ ഭാഗമായി കമ്പനി നികുതി കുറച്ചു കേട്ടോ. അപ്പം ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടാണ് കമ്പനി നികുതി കുറച്ചത്. പിന്നെ ആഗോളവൽക്കരണത്തിന്റെ ഫലമാണ് ഔട്ട്സോഴ്സിംഗ് പ്രതിഭാസം സംഭവിച്ചത്. ഇത്രയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയമായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പരീക്ഷയിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇത്രയും പഠിച്ച പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് തന്നെ പോകും. നമ്മുടെ PYQ കുറച്ച് ചോദ്യങ്ങളാണ്, പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് തന്നെ പോകാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. കണക്ട് ചെയ്ത് അങ്ങ് പോവാം. ഒരു മിനിറ്റ്, ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ആദ്യത്തെ ചോദ്യം, പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം PSC ചോദിച്ചതാണ്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു?
അപ്പൊ നമ്മുടെ ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു? നമ്മൾ പഠിച്ചാണ് നരസിംഹ റാവു ഗവൺമെന്റിന്റെ കാലത്താണ്. പഠിച്ചു വെക്കണം. 1991 1991 ജൂലൈ 24 പഠിച്ചു വെച്ചോണം, കണക്ട് ചെയ്ത് പഠിച്ചോണം. 1991 ജൂലൈ 24 പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചത് കേട്ടോ, പ്രാബല്യത്തിൽ വന്നത്. അപ്പൊ പഠിച്ചു വെക്കണം. വന്ന സമയത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവു, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ആ സമയത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശില്പികൾ എന്നറിയപ്പെടുന്നതും നരസിംഹ റാവുവും മൻമോഹൻ സിംഗും ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നരസിംഹ റാവു ആണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞുപോലെ നമ്മൾ പഠിച്ചപ്പോഴും പറഞ്ഞാണ്, തിരിഞ്ഞുപോലെ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് ഡോക്ടർ മൻമോഹൻ സിംഗും ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നരസിംഹ റാവു ആണ്. ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു? നരസിംഹ റാവു ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു. നിലവിൽ വന്നത് 1991 ജൂലൈ 24 പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്നത്. ക്ലിയർ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നു കേട്ടോ. അപ്പൊ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. നമുക്കറിയാം പുത്തൻ സാമ്പത്തിക നയത്തിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും ഒക്കെ ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വർദ്ധിച്ചു. പിന്നെ രണ്ടാമത്തേത്, ഔട്ട്സോഴ്സിംഗ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ശരിയാണ്. ആഗോളവൽക്കരണത്തിന്റെ ഫലമാണ് ഔട്ട്സോഴ്സിംഗ്, പുറന്തള്ളൽ എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിൽഡ് ലേബേഴ്സിനെ, മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള വേണ്ടിയുള്ള സ്കിൽഡ് ലേബേഴ്സിനെയൊക്കെ, അതായത് മറ്റൊരു രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിൽ നിന്ന് സ്കിൽഡ് ലേബേഴ്സിനെയൊക്കെ ആവശ്യമായിട്ട് വരുന്നതിനാണ് ഔട്ട്സോഴ്സിംഗ് അഥവാ പുറന്തള്ളൽ എന്ന് പറയുന്നത്. അത് കാരണമായിട്ടാണ് നമുക്കിവിടെ എന്താണ് വിദേശ പണമൊക്കെ ഇവിടെ വർധനമൊക്കെ ഉണ്ടായത്. അപ്പൊ ഔട്ട്സോഴ്സിംഗ് കാരണം എന്താണ്? സ്കിൽഡ് ലേബേഴ്സിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു കേട്ടോ. തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ചില മേഖലകളിൽ എന്താണ് തൊഴിലവസരങ്ങൾ കൂടുകയുണ്ടായി. എന്നാൽ കാർഷിക മേഖല അങ്ങനെ തുടങ്ങി മറ്റു മേഖലകളിൽ എന്താണ് തൊഴിൽ വളർച്ച കുറയുകയാണ് ഉണ്ടായത്. അപ്പൊ പഠിച്ചു വെക്കണം. ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. അപ്പം ഏതൊക്കെയാണ്? പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപം വർദ്ധിച്ചു, ശരിയാണ്. ഔട്ട്സോഴ്സിംഗ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ശരിയാണ്. തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു, അതും ശരിയാണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, വിദേശ നാണയ പ്രതിസന്ധി, പണപ്പെരുപ്പം, ധനക്കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കാനുള്ള ഹ്രസ്വകാല പദ്ധതി ഏതാണ്? അപ്പൊ എന്താണ്? ഒന്നുകൂടെ പറയാം. വിദേശ നാണയ പ്രതിസന്ധി, പണപ്പെരുപ്പം, ധനക്കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കുവാനുള്ള ഹ്രസ്വകാല പദ്ധതിയാണ് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സുസ്ഥിരവൽക്കരണ നടപടികൾ. അപ്പൊ പഠിച്ചു വെക്കണം. സുസ്ഥിരവൽക്കരണ നടപടികളിലാണ് വിദേശ നാണയ പ്രതിസന്ധി, പണപ്പെരുപ്പം, ധനക്കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കാനുള്ള ഹ്രസ്വകാല പദ്ധതി എന്നറിയപ്പെടുന്നത് സുസ്ഥിരവൽക്കരണ നടപടികളെ ആണ്. ക്ലിയർ ആണേ? ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇതൊക്കെ പരീക്ഷയ്ക്ക് PYക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടിയെ പറയുന്ന പേരെന്താണ്? ഇത് പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. നിക്ഷേപ വിൽപ്പനയാണ് കേട്ടോ. നിക്ഷേപ വിൽപ്പന വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടി പറയുന്നതാണ് നിക്ഷേപ വിൽപ്പന കേട്ടോ. നിക്ഷേപ വിൽപ്പനയൊക്കെ വരുന്നത് ഏതാണ്? സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമാണ്, പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്?
നിക്ഷേപ വിൽപ്പനയാണ് വരുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തും ഇനി പരീക്ഷകളിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടിയെ പറയുന്ന പേരാണ് നിക്ഷേപ വിൽപ്പന എന്ന് പറയുന്നത്. നിക്ഷേപ വിൽപ്പന. ക്ലിയർ ആണ്? ഇനി അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് ചോദ്യം എന്താണ് ശ്രദ്ധിച്ചു നോക്കണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നമ്മുടെ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് ഏതാണ് എന്നാണ് നോക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. വിദേശ നാണയ കരുതൽ ശേഖരത്തിനുള്ള ഇടിവ്, അത് നമ്മുടെ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാണ്. വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ ഇടിവ്. പിന്നെ ഉയർന്ന ഫിസിക്കൽ കമ്മി, അതും കാരണമാണ്. പിന്നെ ഗൾഫ് പ്രതിസന്ധി, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഗൾഫ് യുദ്ധമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള പ്രതിസന്ധി നമ്മൾ എന്താണ് പുത്തൻ സാമ്പത്തിക നയത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണമല്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ജനസംഖ്യാ നിരക്കാണ് കേട്ടോ. ഉയർന്ന ജനസംഖ്യാ നിരക്ക്. അപ്പൊ അതാണ് ആൻസർ, ഉയർന്ന ജനസംഖ്യാ നിരക്കാണ്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് എന്നാണ് വെച്ചത്. അപ്പൊ കാരണമായിട്ടുള്ളവയാണ് വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ ഇടിവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി അഥവാ ധനക്കമ്മി, പിന്നെ ഗൾഫ് പ്രതിസന്ധി. അപ്പൊ കാരണമല്ലാത്തത് ഈ ഓപ്ഷൻസിലുള്ളത് ഉയർന്ന ജനസംഖ്യാ നിരക്കാണ് കേട്ടോ. ഉയർന്ന ജനസംഖ്യാ നിരക്ക്. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ 1991 മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് എന്നാണ് നോക്കാം. സ്വകാര്യവൽക്കരണം. നമുക്കറിയാം പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് സ്വകാര്യവൽക്കരണം നടപ്പാക്കിയതാണ്. പിന്നെ ഉദാരവൽക്കരണം ലിബറലൈസേഷൻ നടപ്പാക്കിയതാണ്. ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ നടപ്പാക്കിയതാണ്. പിന്നെ ഭൂപരിഷ്കരണമാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. ഭൂപരിഷ്കരണമാണ് കേട്ടോ. പഠിച്ചു വെക്കണം. നമ്മുടെ ഇന്ത്യയിൽ 1991 മുതൽ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം. ഇവയിൽ പെടാത്തതായിരുന്നു ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണേ? ഇനി അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായി മാറ്റത്തിൽ പെടുന്നവ ഏതൊക്കെയാണ്? അപ്പൊ ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ടുള്ള മാറ്റത്തിൽ പെടുന്നവ ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. നമ്മൾ പഠിച്ചതാണ് ലിബറലൈസേഷനിലൂടെ എന്താണ് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ശരിയാണ്, കമ്പോള നിയന്ത്രണങ്ങളും പിൻവലിച്ചാണ്. പിന്നെ കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. അത് ശരിയാണ്. പിന്നെ ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ്? ഇറക്കുമതി ചുങ്കവും നികുതികളും കുറയ്ക്കുകയാണ് ചെയ്തത്. നമ്മൾ പഠിച്ചതാണ് പുത്തൻ സാമ്പത്തിക നയത്തിൽ എന്താണ് നികുതികൾ കുറയ്ക്കുകയല്ല ചെയ്തത്. നികുതികൾ കുറയ്ക്കുകയാണ്. പിന്നെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുകയാണ് ചെയ്തത്, കൂട്ടുവല്ല കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ പഠിച്ചു വെക്കണം. അപ്പൊ ഈ തന്നിരിക്കുന്നത് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ പഠിച്ചു വെക്കണം. ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ടുള്ള മാറ്റത്തിൽ പെടുന്നവ, അതായത് ലിബറലൈസേഷന്റെ ഫലമായിട്ട് ഉള്ള മാറ്റത്തിൽ പെടുന്നവ ഏതൊക്കെയാണ്? വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. അപ്പൊ നമ്മൾ പഠിച്ചാണ് ലൈസൻസിങ് ഒക്കെ നമ്മൾ പഠിച്ചാണ്. ഉദാരവൽക്കരണം ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് പഠിച്ചാണ് ലൈസൻസിങ്ങിൽ നമ്മൾ എന്താണ് പഠിച്ചത്? മദ്യം, അതുപോലെ തന്നെ മെഡിസിൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാത്രം ലൈസൻസിങ് മാത്രമാക്കി, ബാക്കിയുള്ളവയ്ക്കെല്ലാം ലൈസൻസിങ് കുറച്ചു. അപ്പൊ അതാണ് പറയുന്നത്. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. ക്ലിയർ ആണ്? അപ്പൊ ഇതിന് ആൻസർ വരുന്നത് 1, 2, 3 എന്നിവയാണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 എന്നിവയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നത് ഉദാരവൽക്കരണം ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടുവല്ല കുറയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അതുകൂടെ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്.
വികസനത്തിന്റെ LPG മാതൃക അഥവാ LPG മോഡൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? സിമ്പിൾ അല്ലേ, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. പഠിച്ചു വെക്കണം. വികസനത്തിന്റെ അതായത് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ LPG മോഡൽ, LPG റിഫോംസ് മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആദ്യമേ പഠിച്ചാണ് പുത്തൻ സാമ്പത്തിക നയം അറിയപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? റാവു മൻമോഹൻ സിംഗ് മോഡൽ എന്നല്ലേ? റാവു മൻമോഹൻ മോഡൽ എന്നാണ് പുത്തൻ സാമ്പത്തിക നയം അറിയപ്പെടുന്നതും. അറിയപ്പെടുന്ന മറ്റൊരു പേരിലൂടെയാണ് LPG മാതൃക കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം, പുത്തൻ സാമ്പത്തിക നയം അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? റാവു മൻമോഹൻ മോഡൽ മാതൃക, അതോടൊപ്പം തന്നെ LPG മാതൃകയാണ്. അപ്പൊ LPG മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ശില്പികൾ എന്നറിയപ്പെടുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗും അതുപോലെ തന്നെ ആരാണ്? നരസിംഹ റാവു ആണ്. അപ്പം നരസിംഹ റാവു പ്രധാനമന്ത്രി, മൻമോഹൻ സിംഗ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയും ആയിരുന്നു. അതുപോലെ തന്നെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗും അതുപോലെ തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നരസിംഹ റാവുമാണ്. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്ഥിരമായിട്ട് നിങ്ങൾ പരീക്ഷകൾ എടുത്തു നോക്കിയാൽ മതി. LDC മുതലുള്ള എല്ലാ പരീക്ഷകളും എടുത്തു നോക്കിയാൽ മതി. ഒരു 1-2 മാർക്ക് നമ്മൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളവയാണ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ PVQ എടുത്ത് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് ലോങ് ആയിപ്പോയി. ഈ ഇങ്ങനെയുള്ള എക്കണോമിക്സ് ക്ലാസ്സുകളൊക്കെ കുറച്ചേറെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സിന്റെ ആദ്യ ക്ലാസ് നമ്മൾ പഠിച്ചത് റിസർവ് ബാങ്കിനെ പറ്റിയുള്ള കാര്യങ്ങളും പ്രവർത്തന രീതികളുമാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് പുത്തൻ സാമ്പത്തിക നയത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ് നമുക്കിനി പഠിക്കാൻ പോകുന്നത് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനു മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഏതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എക്കണോമിക്സ് പാർട്ടി നമുക്ക് എടുക്കാൻ കുറച്ച് ടോപ്പിക് കൂടെ ഉള്ളൂ. അത് ഹരിത വിപ്ലവമൊക്കെയാണ്. ഹരിത വിപ്ലവമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ എടുക്കുന്നതാണ്. പിന്നെ നമ്മൾ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും അഭിപ്രായമായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഇതിന്റെ കമന്റ് സെക്ഷനിലോ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ എത്ര തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ പുത്തൻ സാമ്പത്തിക നയത്തിന് കഴിഞ്ഞ ദിവസം നടന്ന ഈ നമ്മുടെ ഇന്നത്തെ പരീക്ഷയിൽ നിന്ന് പോലും ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പോലും കഴിഞ്ഞ ദിവസം നടന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദ്യം വന്നിരുന്നു കേട്ടോ. 1 മാർക്കിന് ചോദ്യം വന്നിരുന്നു. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയാണ്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും 1-2 മാർക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ആണ് കേട്ടോ. അപ്പൊ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ ഒന്ന് അറിയിച്ചേക്കണം. അതോടൊപ്പം തന്നെ ഈ നോട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ നോട്ടും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. നമുക്ക് പുതിയൊരു എക്കണോമിക്സ് ക്ലാസ്സിലും മറ്റു ക്ലാസ്സുകളിലുമായിട്ട് നമുക്ക് ഉടനെ തന്നെ മീറ്റ് ചെയ്യാം. അപ്പം ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.